ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവ് ശ്രീ വി കെ സനോജ് കൂടി ചേരുകയാണ്. ശ്രീ വി കെ സനോജ്, പരമപവിത്രമതാം ഈ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന് പാടിയാൽ അത് ദേശത്തോടുള്ള ഭക്തിയല്ലേ, ദേശഭക്തി ഗാനമല്ലേ എന്ന് പി കെ കൃഷ്ണദാസ് ചോദിക്കുന്നു. നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത്? അല്ല, RSSന്റെ ഗണഗീതം, അവരുടെ ശാഖയിൽ ഉപയോഗിക്കുന്ന ഗണഗീതം എന്തിനാണ് നമ്മുടെ പൊതു ഇടങ്ങളിൽ സർക്കാരിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. RSSന്റെ ഗണഗീതം പാടേണ്ട സ്ഥലമാണോ ഇത്തരം പൊതു ഇടങ്ങൾ? അത് RSSന്റെ ശാഖയിൽ പാടിയാൽ മതി. ഇവിടെ ദേശഭക്തി ഗാനങ്ങൾ വേറെയുണ്ട്, ദേശീയ ഗാനമുണ്ട്, രാജ്യം അംഗീകരിച്ചതുണ്ട്, ഔദ്യോഗികമായി പാടുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെല്ലാം പകരം RSS വൽക്കരണത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ്. ഇതെവിടെയാണ് നമ്മുടെ രാജ്യത്ത് എത്തിക്കുക? നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സന്ദർഭത്തിൽ എന്താണ് സത്യപ്രതിജ്ഞയിൽ പറയുന്നത്? അപ്പൊ എല്ലാവർക്കും ശ്രീ വി കെ സനോജ്, ഇപ്പോൾ കേന്ദ്രമന്ത്രിമാർ രാവിലെ പ്രതികരിച്ചത് സനോജും കണ്ടു കാണുമല്ലോ. അതായത് ദേശഭക്തി ഗാനമാണത്, ദേശഭക്തി ഗാനം ആലപിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുള്ള ശ്രീ പി കെ കൃഷ്ണദാസും അതേ വാദമാണ് ഉന്നയിക്കുന്നത്. അതിന്റെ ആ ഗാനത്തിന്റെ ഉള്ളടക്കത്തിൽ തീവ്രവാദ ആശയങ്ങളില്ല. ഭാരതം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ്. അപ്പോൾ രാജ്യത്തെക്കുറിച്ചല്ലേ പാടുന്നത്, പാകിസ്ഥാനെ കുറിച്ചോ ബംഗ്ലാദേശിനെ കുറിച്ചോ അല്ലല്ലോ എന്നതാണ് മറുവാദം. അതിനുള്ള മറുപടി എന്താണ്? ആ വാദം ഉന്നയിക്കൂ. RSSന്റെ ശാഖയിൽ പാടുന്നതാണ്. RSS ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവരാണ്. RSS ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ചരിത്രമില്ലാത്ത സംഘടനയാണ്. അപ്പൊ അവർക്ക് ഈ രാജ്യത്ത് അവർ വിദ്വേഷം പ്രചരിപ്പിക്കുന്നു, വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നു, ഗാന്ധിയെ കൊന്നതിനെ ഉൾപ്പെടെ ന്യായീകരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന RSSന്റെ ശാഖയിൽ അവതരിപ്പിക്കുന്ന ഗാനം ഈ രാജ്യത്തിന്റെ പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് അത്ര നിഷ്കളങ്കമായി കാണാൻ ഒരാൾക്കും കഴിയില്ല. ഓക്കെ, താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ്. തുടരുക ശ്രീ വി കെ സനോജ്. ശ്രീ വി കെ സനോജ് തുടരുക. താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ്.